മരട് അനീഷ്. മരട് അനീഷിൻ്റെ ഇൻ്റർവ്യൂ മറുനാടൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് മറുനാടൻ മലയാളിയുടെ ചാനലിൽ സജൻസ് കറിയ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ഞാൻ കണ്ടു. ഇപ്പോൾ പാർട്ട് 2 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അതിൽ സുനിലോജി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കാസറ്റിനെതിരെ പിന്നെ അനന്തുവിനെതിരെ ഡ്രൈക്കിനെതിരെയൊക്കെ കേസ് കൊടുക്കലും ഡൽഹിയിൽ നിന്നൊരു പേപ്പർ വരുത്തിക്കലും നോൺ ബെയിലബിൾ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആശയിരുന്ന് അങ്ങനെ വിട്ടിരുന്നല്ലോ അവിടെ ഇരുന്നിട്ട് കുറേ പൂക്കുറ്റി വാണങ്ങൾ. അപ്പോൾ മരട് അനീഷ് എല്ലാവർക്കും അറിയാം, സെലിബ്രിറ്റി ഗുണ്ടയാണ്. മരട് അനീഷ് വന്നിട്ട് മറുനാടൻ്റെ ചാനലിൽ ഇൻ്റർവ്യൂവിനകത്ത് ഓജീൻ്റെ അടിവേര് മുതൽ അങ്ങോട്ട് പറയുകയാണ്. ഓക്കെ, സുനിൽ ഓജി എന്ന് പറഞ്ഞ വ്യക്തി 5 പൈസ ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന 3 വർഷം മുമ്പുള്ള സുനിലോജി ഇന്ന് ഡിഫൻഡറിൽ കറങ്ങുന്ന സുനിലോജി ആയത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. സുനിലോജിക്ക് ഇത്തിരിയെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ മരട് അനീഷിനെതിരെ ഒരു പേപ്പറും കടലാസും തൂക്കി പിടിച്ച് ചെക്കന്മാർക്കെതിരെ വന്നിരുന്ന മാതിരി ഇരിക്കാൻ പറ്റുമെങ്കിൽ ഓജി അതൊന്ന് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോയാൽ പോരോ ഓജി. എന്തായാലും ഓജിക്ക് ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടുമില്ല എന്നുള്ളതൊക്കെ സംശയമാണ്. ഓക്കെ, അത് വിട്, അതൊക്കെ അവരുടെ യൂണിവേഴ്സ് അവരായി. അത് ബാക്കി ഹക്കീമും അനന്തുമൊക്കെ കൂടി അവർ ആ ബെൽറ്റ് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. എന്താണെങ്കിലും അനീഷിന് ഇയാളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊന്ന് അറിയണം, താല്പര്യമുണ്ട്. അപ്പം മരട് അനീഷ് സുനിലോജിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക്. അപ്പോൾ കൊച്ചിയിൽ ഒരു റിയാസ് പെരേര എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. ഇവനാണ് ഇവരുടെ മെയിൻ വിൽപ്പനക്കാരൻ. ഇവർ കൊച്ചിക്കാരാണല്ലോ. അവിടെയുള്ള പബ്ബുകളും അവിടെയുള്ള ഇതിലും മൊത്തം ഈ വിൽപ്പനയാണ്. ഇവരൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, പബ്ബുകൾ കേന്ദ്രീകരിച്ചും ഇതെല്ലാം. എന്നിട്ട് ഈ സംഭവങ്ങൾ, അപ്പോൾ ഇതൊക്കെ എന്നോട് വ്യക്തമായിട്ട് മറ്റേ ചാറ്റും പലരും പിടിക്കുമ്പോഴുള്ള ചാറ്റുകളും വോയിസ് റെക്കോർഡൊക്കെ എന്നെ പോലീസുകാർ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 2022 ലാസ്റ്റ് ഞാൻ ഇവരെ നേരിട്ട് വിളിക്കണം എല്ലാവരും. ഞാൻ പറഞ്ഞു, ഇനി മരടനീഷിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരാളും ഒരു കാര്യം ചെയ്യരുത്. നീ നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. ഈ വക പരിപാടിയാണെങ്കിൽ ഇതോടെ നിർത്തിക്കോളണം. അല്ലെങ്കിൽ ഞാൻ മരടനീഷിൻ്റെ സ്വഭാവം കാണിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് എന്നെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ കാണിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ അവസാനത്തെ വാക്കാണ്. ഇവരെല്ലാം എന്നോട് പറഞ്ഞ് ഒരു വിഷയമില്ല ഭായി, ഞങ്ങൾ ഒന്നിനും നിൽക്കണില്ല, ഞങ്ങൾ ഇനി പറഞ്ഞ പോലെ കേട്ടുള്ളൂ, ഒന്നിനുമില്ല എന്നുള്ളത്. ആ സമയത്താണ് എനിക്ക് സലാം തട്ടുകടയിൽ കാക്കനാട് ഒരു വിഷയം ഉണ്ടാണ്. ആ വിഷയത്തിന് ഞാൻ ഒളിവിൽ പോയപ്പോൾ ഇവരെല്ലാം അത് ഈ ഫിറോസിൻ്റെ ഗ്യാങ് ആയിട്ടാണ്. ഇവരെന്ത് ചെയ്ത് ഈ എൻ്റെ കൂടെ എല്ലാവരും കൂടി അവിടെ പോയി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ മൊത്തം ഇവർക്ക് പവറായി. ഇത് അനീഷ് ഇവിടെ നിന്ന് ആടുവിട്ടേക്കണേണ്. ഇവർക്കെല്ലാം ഞാൻ ഒളിവിൽ പോകുമ്പോഴാണ് വിഷയം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാം ഞാൻ പുറത്തുള്ളപ്പോൾ ലൈവിൽ വയ്ക്കുമ്പോൾ ഇവർ ആർക്കും ഒരു വിഷയവും. ഞാൻ ഒളിവിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റേ ഭയങ്കര കമന്റും ഭയങ്കര വിഷയങ്ങളാണ്. അതുവരെ ഇവന്മാർ ഉറങ്ങി കിടക്കണമായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞാണ്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി ഇവരായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കേടാ, നല്ല കാര്യം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇവരെന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഇത് ഞാൻ ഗുണ്ടേന്നുള്ള രീതിയിലല്ല, അവൻ അതിനെ ഒഴിവാക്കി. അപ്പൊ അവർക്കെതിരെ നിൽക്കുമ്പോൾ എന്നെ സഹായിക്കണം. വേണ്ട, ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ എങ്കിലും പുറത്തു വിടാണ്ടിരിക്കാൻ പാടില്ല. ഇവരെന്ത് ചെയ്യണേ? അവരെ പിടിച്ചു കഴിയുമ്പോൾ പറയും അനീഷ് തന്നതാണ്, ഇനി അനീഷിന്റെ കാര്യങ്ങൾ പറ. അപ്പൊ ഇവരൊക്കെ എന്ത് വൃത്തിയായിട്ട് ഉദ്യോഗസ്ഥരാണ്. എല്ലാ ഉദ്യോഗസ്ഥരും അല്ലടാ, ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ കാര്യമാണ് പറയണത്. അപ്പൊ ഇവർക്കെതിരെ ബെനിഫിറ്റ് ഉണ്ട്, പോലീസുകാർക്ക് ഈ ഗാങ്ങുമായിട്ട് ബന്ധമുണ്ട്, ലഹരി ഗാങ്ങുമായിട്ട്. അതായത് ഇപ്പോ ചേട്ടൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അത്യാവശ്യം ബന്ധമുണ്ട്. എല്ലാ ഒരു SI ആണെങ്കിലും AC ആണെങ്കിലും CA ആണെങ്കിലും 2 വർഷം 3 വർഷം അത് എന്തുകൊണ്ടാണ് അവർ അവിടെ അത് കഴിയുമ്പോൾ മാറ്റുന്നത്? അവർ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ആ സിസ്റ്റം വന്നേക്കണത് തുടർന്ന് ഒരു സ്ഥലത്ത് തന്നെ ആകുമ്പോൾ പലരായിട്ടും കണ്ടു പരിചയപ്പെട്ട് അവിടെ ഒരു അഴിമതിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചേഞ്ച് ചെയ്യാണ്ട് പോണ SIനെയും CAനെയും ACനെയും കമ്മീഷൻ എല്ലാം അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് സാധാ പോലീസുകാരുണ്ട്, സ്ക്വാഡ് വർക്ക് ചെയ്യണ പോലീസുകാരുണ്ട്. ഇവര് 10-15 വർഷമായിട്ട് ഒരേ ഇതിൽ യൂണിഫോം ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഇവര് കൊടുക്കുന്ന റിപ്പോർട്ടല്ലേ മേലുദ്യോഗസ്ഥർ കാണുന്നത്. അല്ലാണ്ട് ഇപ്പൊ CAനെ SIനാണ് അവർ പോയിട്ടാണ് നേരിട്ട് കേസ് അന്വേഷിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലീസിലുണ്ട്, കൊച്ചിയിൽ ഇതുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ട്, തീർച്ചയായിട്ട്. അതായത് മരട് അനീഷ് കഴിഞ്ഞ കുറേ ഇന്റർവ്യൂസിലായിട്ട് ലഹരി മാഫിയക്കെതിരെ സംസാരിക്കുന്നത്. ഗുണ്ട ആയിട്ടുള്ള മാഫിയ തലവനായിട്ടുള്ള
അനീഷാണ് ലഹരി മാഫിയക്കെതിരെ. ഗുണ്ടാ മാഫിയ തലവനാണ് അനീഷ്. ലഹരി മാഫിയക്കെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മരടനീഷ് ലഹരി കടത്താറില്ലേ, ലഹരി യൂസ് ചെയ്യാറില്ലേ, ലഹരി ബിസിനസ് ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ഓബിയസ്ലി വരുമല്ലോ. അതിനുള്ള ഉത്തരം മരട് കൊടുക്കുന്നത് മരട് ചെയ്തിട്ടില്ല, ഓക്കെ, ചെയ്യാറില്ല. പക്ഷെ മരടിൻ്റെ പേര് പറഞ്ഞ മരടിൻ്റെ ഒപ്പം നിൽക്കുന്നവർ ചെയ്യാറുണ്ട്. ആ ചെയ്തവർ പിടിക്കപ്പെടുമ്പോൾ പോലീസ് സിസ്റ്റം ഹൗ കറപ്റ്റഡ് എന്നാണ് ഒരു ഗുണ്ട വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഇത് തന്നെ പോലീസുകാർക്ക് വലിയ നാണക്കേടാണ്, മനസ്സിലായോ? ഇതിലും വലിയൊരു നാണക്കേട് കേരള പോലീസിന് കിട്ടാനില്ല. ഒരു ഗുണ്ട വന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ പോലീസ് സിസ്റ്റം കറപ്റ്റഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ഇപ്പം ഗുണ്ടേനെ വാക്ക് വിശ്വസിക്കണോ അല്ലെങ്കിൽ ഗുണ്ടവേദമൂതുന്നത് കേൾക്കണോ ഒന്നും ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ അയാൾ പറയണം. അയാളുടെ ബോഡി ലാംഗ്വേജൊക്കെ വെച്ച് അയാളുടെ കണ്ടിന്യൂസ് കുറേ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അയാൾ പറയുന്നതിൽ കുറേയൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോലീസ് സിസ്റ്റത്തിൽ നിന്നുള്ള കുറേ ആളുകൾ ഇവിടെയുള്ള സെലിബ്രേറ്റഡ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം റീൽസ് സെലിബ്രിറ്റി എന്ന് പറയുന്ന റീൽസ് ഓൺലി സെലിബ്രിറ്റികൾക്ക് ഒത്താശ പാടുന്ന പരിപാടി കാണിക്കുന്നുണ്ട്. വൈ? ബിക്കോസ് അവരൊരു ജെൻസി ക്രൗഡിനെ മൊത്തത്തിൽ അവരുടെ ഈ റിയാലിറ്റി എന്ന് പറയുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഫേക്ക് ലൈഫ് സ്റ്റൈൽ കാണിച്ച് ജെൻസി ക്രൗഡിനെ ലഹരിയിലേക്ക് വഴിതെറ്റിച്ച് വിടുന്നു. അതിന് കൂട്ടുനിന്ന് കണ്ണടച്ച് നിൽക്കുന്നത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പോലീസുകാരാണ്. മരട് അനീഷിനെ പൂട്ടുന്നതും അവരാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് മരട് പറഞ്ഞു തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു സുനിലോജി. ലാസ്റ്റ് ഞാൻ നന്ദകുമാർ ഏട്ടനൊരു ഇന്റർവ്യൂ കൊടുത്തു. ഓജി സുനിൽ എന്ന് പറഞ്ഞ ഒരു സിനിമാ നിർമ്മാതാവ്, നിർമ്മാതാവ് 22 ഫീമെയിൽ. അത് തന്നെ നമ്മളവിടെ കാന്താരി ബാറ്, സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ കാണാം. അത് തന്നെ ഇവനെതിരെ ഞാൻ ഒരു വാർത്ത കൊടുത്തു. ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ്, ഇവനെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ തെളിവുണ്ട് കേട്ടാ. എന്നിട്ട് അപ്പോ ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ കുറെ പോലീസുകാർക്ക് അങ്ങോട്ട് ഇളകി. അപ്പൊ ഇവര് വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് തന്നെയാണ് അത് ചെയ്യാൻ പാടില്ല, അത് മാറ്റണം, അത് തിരുത്തി പറയണം. നമ്മൾ ഒരിക്കലും തിരുത്തി പറയില്ല. ഈ ഓജി സുനിലിന്റെ പശ്ചാത്തലം എന്നതാ എനിക്ക് പരിചയമില്ലാത്തോണ്ട് ചോദിക്കുക. സാർ ഫാമിലി ആയിട്ട് പൈസയുണ്ട്, അതായത് കുടുംബക്കാർ പണമുള്ള ആളാണ്. പക്ഷേ കുടുംബത്തിൽ പണമുണ്ട് എന്നാണ് എൻ്റെ അറിവട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ പാടില്ല, ഞാൻ ഇയാളെ പറ്റി പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ ഇവനെ പറ്റിയുള്ള ഈ വക കാര്യങ്ങളല്ലോ. വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും. ലഹരി ഇടപാടുണ്ടെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ചേട്ടാ. അതായത് 2003 തൊട്ട് ഈ ഒരു 2010-11 വരെ ലൈവായിട്ട് എല്ലാ പബ്ബുകളും അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരോട് ഇപ്പൊ ചേട്ടൻ അന്വേഷിച്ച അന്നത്തെ കാലത്തെ ബിസിനസ്സുകാരെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെയോ ചേട്ടന് ഒരു ഒറ്റ കോളിൽ കിട്ടൂലേ എറണാകുളത്ത്? അവരോടൊക്കെ ചോദിക്കും ഓജി സുനിൽ എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും ബന്ധം, താഴ്ത്തുള്ള ആൾക്കാരല്ലേ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലല്ലേ ഏട്ടാ. അപ്പൊ ഇപ്പൊ ഒരു വിഷയത്തിൽ ഇവരുടെ പേര് വന്നാലും ചോദ്യം ചെയ്ത് അവൻ പൈസയും കൊടുത്ത് വിടും. ഇതാണ് സംഭവം. ഇതില് തട്ടേക്കാട് 2009 തട്ടേക്കാട് വെച്ചിട്ട് ഒരു DJ മരിച്ചു. റഷ്യൻകാരി DJ നടത്തി വെള്ളത്തിൽ പോയി മരിച്ചു. റഷ്യക്കാരി നീന്തി രക്ഷപ്പെട്ടു, ഈ പയ്യൻ മരിച്ചുപോയി. ഒരു ഹൗസ് ബോട്ടിൽ പാർട്ടി നടത്തി, അവിടെ പിടിച്ചു, ഇവന്റെ മാനേജറെ പിടിച്ചു. ഇതായിട്ട് ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവന്റെ പങ്കുണ്ടെന്ന് തെളിഞ്ഞ് ഇവന്റെ ചാനലിൽ സോഷ്യൽ മീഡിയ എല്ലാം വന്നതാണിത്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയം ഈ സാധനം കിട്ടില്ല. ഞാൻ ആ വീഡിയോ നിങ്ങളെ ചേട്ടനെ കാണിച്ചു തരാം ആ വീഡിയോ. എന്നിട്ട് ഇവൻ ഇവിടുന്ന് പോലീസുകാരെ എതിരായപ്പോൾ ഇവന് അരൂരുള്ള സ്ഥലം കിട്ടിയ വിലക്ക് വിറ്റിട്ട് ഇവൻ നേരെ ഡൽഹിക്ക് പോയി പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇത് എനിക്ക് തോന്നുന്നു 2012 തിരിച്ചു വന്നെന്ന് തോന്നുന്നു. ഇവൻ ആ കാന്താരി ബാറിന്റെ മേളിൽ നിന്ന് ഇറങ്ങില്ല. കാരണം ഇവൻ്റെ സാമ്പത്തികമില്ല, കുടുംബസ്വത്തുണ്ടായിട്ട് കാര്യമില്ല, ഇവൻ്റെ പണമില്ല. ചേട്ടാ ഈ 3 കൊല്ലം മുമ്പ് വരെ അവന്റെ ഏറ്റവും മേളിൽ കാന്താരി ബാറിന്റെ ഏറ്റവും മേളിൽ അധോലോകം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു പബ്ബ് നടത്തി. അന്ന് അത് ലീസിന് കൊടുത്തവൻ, ഒരു കമൽ എന്ന് പറഞ്ഞ ലോഗോ ഉടായി പറഞ്ഞവൻ. ഇപ്പൊ UK കണ്ടാണ് അവൻ ഈ സാധനം ലീസിന് കൊടുത്തു, അധോലോകം എന്ന പേര്. സുനിലിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓജി സുനിലിനെ കുറിച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ ബാക്കിയുള്ളവരോട് ചോദിച്ച സമയത്ത് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കഥകളാണ് കേട്ടിട്ടുള്ളത്. സിനിമ പ്രൊഡ്യൂസറായിരുന്നു, ഒക്കെ സിനിമ എടുക്കും, ജയിക്കും, പൊട്ടും, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിക്കറ്റ് എടുത്തു, പൊട്ടി, 22 FK ആ കൈൻഡ് ഓഫ്. എന്നാലും അത്ര വലിയൊരു സംഭവമായിട്ടുള്ള അങ്ങനെ ഒരു മാസീവ് ബാക്കപ്പ് ഒന്നും ഫിനാൻഷ്യലായിട്ട് ആ സിനിമ റിട്ടേൺ കൊടുത്തിട്ടില്ല. ബട്ട് റെക്കഗ്നീഷൻ കൊടുത്തു ഓബിയസ്ലി.
അല്ലാതെ കുടുംബപരമായിട്ടുള്ള സ്വത്തും കാര്യങ്ങളും അതിൽ നിന്ന് വന്ന അസറ്റ്സ് അത് തന്നെ വിറ്റുപോയി, നാട് വിട്ടു, പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല ആൾ. ഓക്കെ, ഫാമിലി പരമായിട്ട് കാശ് കാണുമായിരിക്കും, ബട്ട് അയാളുടെ എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ആ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറേ കാലമായിട്ട് സ്റ്റേബിൾ ആയിരുന്നില്ല. ആ കാര്യം ഞാനും കേട്ടതാണ്. അപ്പോൾ ഇതിൽ മരട് പറഞ്ഞു വരുന്നെന്താ, പെണ്ണ് കൂട്ടിക്കൊടുത്തും ലഹരി കുട്ടികളിലേക്ക് എത്തിച്ചു സൊസൈറ്റിയിൽ ഇവൻ വളരുകയാണ്. പച്ചയ്ക്കല്ലേ പറഞ്ഞത്, പച്ചയ്ക്കാണ് പറയുന്നത്. വന്ന വഴി, തട്ടേക്കാട് അപകടം, അതുകൊണ്ട് DJ പാർട്ടിക്ക് നടന്ന സംഭവങ്ങൾ, അതായത് മലയാളികൾ പബ്ബ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം. ഓബിയസ്ലി പുറത്ത് സെറ്റിലായപ്പോൾ ബാംഗ്ലൂരോ ബോംബെയോ കൊൽക്കത്തയോ ഡൽഹിയൊക്കെ സെറ്റിലായ മലയാളികൾക്ക് ഓബിയസ്ലി പബ് കൾച്ചർ കുറേ മുമ്പേ കിട്ടിക്കാണും. മലയാളികൾ പബ് കൾച്ചർ എന്താണെന്നുള്ളത് ബാക്കി പുറത്തു പോയി വന്ന മലയാളികൾ പറഞ്ഞും അറിഞ്ഞും മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് രുചിച്ചു തുടങ്ങുന്ന ഒരു ടൈമിലാണ് ഇവൻ പബ് കൾച്ചറിൽ ഇൻവെസ്റ്റഡ് ആവുന്നത്. ഓക്കെ, അധോലോകം ഇപ്പോൾ ചിക്കാഗോ, ഇഫ് ഐ എം നോട്ട് റോങ്, ആ കാന്താരിയുടെ മുകളിലുള്ള സെറ്റപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെയുള്ളൊരു സ്പേസ്. ആ സ്പേസ് ശരിക്കും എന്താ ഒരു പബ് എന്ന് പറയുക, ലൈക്ക് ആ സ്പേസ് ചുമ്മാ പോയിട്ട് ഫണ്ടിന് ടെക്നോ കളിച്ച് പോരാനുള്ള സ്ഥലമാണോ? അതിനകത്ത് കൂടി പല ബിസിനസ്സും അവർക്ക് നടത്താം, പലതും കൊണ്ടുവരാം, കൊണ്ടുപോകാം, പലരും കൊടുക്കാം, വാങ്ങും ഒക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? അത് OG നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മരട് അനീഷ് പറയുന്നത്. ഈ പറഞ്ഞ സുനിൽ ഈ ഇൻ്റർവ്യൂ എടുത്ത മറുനാടൻ ചാനലിനെതിരെ, ഈ പറഞ്ഞ അനീഷിനെതിരെയും പോയില്ലെങ്കിലും ചിലപ്പോൾ വീഡിയോ ഇട്ട് എനിക്കെതിരെ ചിലപ്പോൾ വരും. അങ്ങനെയാണല്ലോ, കുട്ടികളാണ്, പിള്ളേരാണ്, പേടിപ്പിക്കാം എന്നുള്ള രീതിക്ക് നമ്മളെ നെഞ്ചത്തേക്കാണ് കുഴിബോംബ് കൊണ്ടുവരിക. അല്ലാതെ ഇവനെക്കുറിച്ച് പച്ചക്കിരുന്ന് പറയുന്ന മരടിനെതിരെയൊക്കെ പോകാൻ ഒരു പിടുക്കം ഇറങ്ങും. അതോ നാളെ സുനിലിഞ്ഞി ഒരു മിസൈൽ വരുന്നുണ്ട്, ഒരു ബോംബ് വരുന്നുണ്ട്, ഒന്ന് അനീഷിന് ഒന്ന് മറുനാട്ടിന് എന്ന് പറയാനുള്ള കപ്പാസിറ്റിയൊക്കെ സുനിലുണ്ടോ? സുനിലേ എന്നെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കണേ. സുനിലിനൊരു ഓപ്പൺ വെല്ലുവിളിയാണത്. ഈ 3 വർഷം മുമ്പ് വരെ ഇപ്പൊ ഇവൻ എന്തൊക്കെ ഹോട്ടലിൽ പലതുണ്ടോ? കാന്താരി മാത്രമുള്ളൂ അവൻ ഇപ്പോഴും? കാന്താരി ഉണ്ട്, നമ്മുടെ ഇവിടെ തറവാട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പനങ്ങാട്, ഒരു റിസോർട്ട്. ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ്സ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ്സ് ചെയ്ത് VIP തന്നെ. എന്നിട്ട് ഇവര് മറ്റേ തറവാടിൽ അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലാണ് വന്നത്. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് അവിടുന്ന് വന്ന ആൾക്കാരെ അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കുവേ, ഇത് റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും, അണ്ട് ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞു തരും. എന്നിട്ട് ഇവൻ ഈ കോഴിക്കോട് നിന്ന് അവിടെ നിന്നും മറ്റൊരു വന്ന പണക്കാരുടെ പൈസ എടുത്ത് ഇവൻ ബിസിനസ് ചെയ്യും. ഇവർക്ക് ആവശ്യമുള്ള സാധനം ഡ്രഗും പെണ്ണും കൊടുക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ സംഭവം എല്ലാം പോലീസ് അറിഞ്ഞിട്ട് അന്ന് അനന്തലാൽ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അയാള് ഭയങ്കരമായിട്ട് പുറയുന്നു. ഈ നമ്പർ 8 മറ്റേ റോയിഡ, അയാളുടെയൊക്കെ മറ്റേ അനന്തലാൽ എന്ന് പറഞ്ഞ ഒരാളുള്ളതുകൊണ്ടാണ് നിന്നത്. അയാളുടെ സ്ഥലം മാറ്റിയില്ലേ. അയാള് ഒരുപാട് പേര് ഉപദ്രവിക്കും, ഇടിക്കൂലെന്നല്ല, ഇടിയാൻ പോലീസാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിന് കൂട്ടുവെക്കില്ല. അതിൽ അയാൾക്കൊരു ഗുണമുണ്ട്. അയാൾ അവിടെ നിന്ന് മാറ്റിയില്ലേ, മെട്രോയിലേക്ക് എടുത്ത് മാറ്റി. എന്തുകൊണ്ട് മാറ്റി? ഇവരെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇതിൽ ഈ ചേട്ടൻ ഈ 3 കൊല്ലം മുമ്പ് വരെ അവനൊരു പഴയ ഓടിക്കാറായിരുന്നു, ഈ OGക്ക്. അതിന്റെ ബമ്പറൊക്കെ ഏത് ഞാനൊക്കെ ബാറിൽ പോകുമ്പോൾ ബാറിന്റെ ഫ്രണ്ടിൽ കൂടി പോയി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടാവും. ഇപ്പൊ അവന് ഡിഫൻഡർ കിടക്കണം. ആ സമയത്ത് അന്ന് ഈ ഓടിക്കാറ് കിടക്കണം. ഒരു 3 കൊല്ലം മുമ്പുള്ള ആദ്യം പറഞ്ഞ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ബമ്പർ ഒരു തൂങ്ങി കിടക്കണേ, അത് മാറ്റാനുള്ള പൈസ അവൻ്റെ അടുത്തില്ല. അവന് ഇപ്പൊ കറങ്ങി കിടക്കണ്ടല്ലോ, അവൻ ഇപ്പൊ പെണ്ണുങ്ങളായിട്ട് നടക്കണല്ലോ. ഈ 3 കൊല്ലം മുമ്പ് ഒരു ഇത് കണ്ടില്ലല്ലോ. ചേട്ടൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തു. ഇവിടുത്തെ ഒരു പ്രമുഖ ബിൽഡറാ. ഇവന്റെ ഇപ്പൊ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഡൽഹിയിൽ നിന്ന് വന്നല്ലോ, മെയിൻ അമിത്ഷായുടെ ആളാന്ന് പറയുന്നത്. എന്നിട്ട് ED കേസുകൾ സെറ്റിൽമെന്റ് ചെയ്യണേ. അങ്ങനെ നടക്കുന്നുണ്ടോ? എവിടെ നടക്കണേ? ഇതിന്റെ ചേട്ടാ, ഇതിന്റെ ഇടയിലുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവരായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവന് ഈ പൈസ വാങ്ങും. പിന്നെ ഇവിടുത്തെ പ്രമുഖ ബിൽഡർ, നമ്മുടെ ഇത് ഏതാണ് അസറ്റിന്റെ സുനിൽ 4 കോടി രൂപ വാങ്ങിച്ചു. ചേട്ടൻ ചോദിച്ചു നാണക്കേടോ? സുനിലിന്റെ 4 കോടി രൂപ വാങ്ങിച്ചത് ചേട്ടൻ ED കേസ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സെറ്റ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ആ പൈസയാണ്. സുനിൽ താരതമ്യേന ഭേദമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും അയാളുടെ ഒരു ED കേസ് മര്യാദക്കാരനാണ്. ED കേസ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 4 കോടി രൂപ വാങ്ങിച്ചു. ആ കേസ് സെറ്റിലായില്ല, ഇവന്റെ പൈസ പോയി. ഇയാൾക്ക് നാണക്കേടായതുകൊണ്ട് ഇയാൾ മിണ്ടാണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ തിരിച്ചു വാങ്ങാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പലരും എൻ്റെ അടുത്ത് വന്നു ഈ കേസും പറഞ്ഞിട്ട് ആ പൈസ ഒന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ തൃശ്ശൂർ
മറ്റേ ഇത് ഹൈറീച്ചിന്റെ ശ്രീനയുടെ ഭർത്താവിനെ പുറത്തിറക്കി ഐ ഡി കേസ് തെറ്റി 3 കോടി രൂപ വാങ്ങിച്ചു. 3 കോടി രൂപ അവരുടെ പോണ അവർ മഹാ തട്ടിപ്പായിരുന്നു. 3 കോടി രൂപ വാങ്ങിച്ചു. കണ്ടവർ തട്ടിച്ച് ഇവൻ തട്ടിക്കണേ നടക്കണല്ലേ. അതായത് സുനിലിന് ഇത്രയും കാലം OG സുനിലിന് പറഞ്ഞു കേട്ടിരുന്ന സ്കാമുകൾ എന്ന് പറഞ്ഞാൽ പെണ്ണ്, പൊടി, കള്ള് അങ്ങനത്തെ സ്കീമുകളാണ്. എന്നാൽ ഇപ്പം അതിൽ നിന്ന് മാറി ഇത് കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടിയ ഒരു സാധനമാണ് ഡെനീഷ് പറഞ്ഞു വയ്ക്കുന്നത്. ഐ എം വെരി സോറി ടു സേ ദിസ്. ഇവിടുത്തെ പണച്ചാക്കുകൾക്കിടയിൽ ഈ ED കേസ് ഭയങ്കര അവർക്കൊരു ഭയങ്കര ത്രട്ടുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ED എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പേടിയാണ്. ഇത് മുതലെടുക്കാൻ നടക്കുന്നത് ഇപ്പോൾ സുനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റിന് എന്ന് പറഞ്ഞ് കാശ് വാങ്ങി ഇവരൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുനിൽ മാത്രമൊന്നുമല്ല, ഇതേപോലെ പറ്റിപ്പ് പണിയെടുക്കുന്ന കുറച്ചധികം എണ്ണങ്ങൾ ഈ പണക്കാരുടെ ഇടയിൽ കിടന്ന് വിലസുന്നുണ്ട്. ഓക്കെ, ഈ മണ്ടന്മാർ പണക്കാർ ഇത് തിരിച്ചറിയണ്ടേ. ED കേസ് ആരുടെ സെറ്റിലാക്കുക? മേ ബി ED ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നും ഈ പണിക്ക് നിൽക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മനസ്സിലായോ? ചിലപ്പോൾ ആയിരിക്കണം എന്നുള്ള ഊവൊക്കെ നമുക്ക് വയ്ക്കാമെന്നല്ലാതെ അവർ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവണം. മനസ്സിലായോ? അല്ലാതെ ഈ ഒരു ഇടനിലക്കാരനായിട്ടുള്ള 2-3 ആൾ നിന്ന് അമിത്ഷായുടെ ആളാന്നും പറഞ്ഞ് നരേന്ദ്രമോദീൻ്റെ ഡ്യൂപ്പിനെ വെച്ച് അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്രിയേറ്റ് ചെയ്തൊരു കോളും വിളിപ്പിച്ച് അല്ലെങ്കിൽ EDയിലുള്ള ഏതെങ്കിലും ഒരു ലോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ചിലപ്പോൾ മേ ബി അതായത് ഈ പണച്ചാക്കുകൾ ഇപ്പോൾ ED കേസ് സെറ്റിലെന്ന് പറഞ്ഞാൽ ഓബിയസ്ലി അവർ കുറച്ച് കാര്യം അന്വേഷിക്കുമല്ലോ. ഇവന് ഡൽഹി കണക്ഷൻ ഉണ്ടോ? അതെ, OG സുനിൽ കുറച്ച് കാലം ഡൽഹിയിലായിരുന്നു. OG സുനിൽ അവിടെ ആരൊക്കെയായിട്ടാണ് കണക്ഷൻ? അമിത്ഷാ, മോദി പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാൻപരാഗ് കടയിൽ നിൽക്കുന്ന ഏതെങ്കിലും ചെക്കൻ്റെ പേര് മോദി എന്നായിരിക്കും. മനസ്സിലായോ? ചായക്കടയിൽ നിൽക്കുന്ന ആരെങ്കിലും പേര് മോദി എന്നായിരിക്കും. അതിൽ അപ്പുറത്ത് ബസ് ഓടിക്കുന്ന ഏതെങ്കിലും ആളുടെ പേര് അമിത്ഷാ എന്നായിരിക്കും. അതിപ്പോൾ അമിത്ഷായ്ക്കും മോഡിക്കും മാത്രമേ സ്വന്തമായിട്ട് പേരുള്ളത്. സംഗതി സുനിൽ നോക്കുമ്പോൾ അമിത്ഷയും മോഡിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഡൽഹിയിൽ നിന്നാകുമ്പോൾ പിടിപാട് കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് വിളിക്കും, ഹലോ ED എല്ലാം പറഞ്ഞ് സെറ്റിലാക്കണം നമ്മളൊരാൾ നിന്നുണ്ട്. അസറ്റിൻ്റെ ഓണർ, അസറ്റ്സ് ബിൽഡേഴ്സിൻ്റെ ഓണർ വരെ 4 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അനീഷ് പറഞ്ഞോട് കൂടിയിട്ട് അവരുടെ ഒരു എന്താ പറയുക ചോദ്യചിഹ്നം അവരുടെ നെഞ്ചത്തും പോയിട്ടുണ്ട്. മറുനാടൻ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ചങ്ങാതി അങ്ങനെ സുനിലോ അങ്ങനെ എന്താണ് അതിൻ്റെ ഓണറുടെ പേര് പറഞ്ഞത്, ചങ്ങായി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ അത് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയില്ലെങ്കിലും ഇതേപോലെ ED കേസുകളിൽ സെറ്റിൽമെൻ്റ് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മീഡിയേറ്റേഴ്സിൻ്റെ എണ്ണം കേരളത്തിൽ ഒരുപാടുണ്ട് പണച്ചാക്കുകൾക്കിടയിൽ. അല്ല, പക്ഷേ ഇവൻ ഒരു ED കണക്ഷനും ഇല്ല, ചുമ്മാ മേടിക്കുക. ED കണക്ഷൻ ഉണ്ടെങ്കിൽ അയാൾ പുറത്തിറങ്ങൂലേ? ചിലപ്പോൾ ED ചില തട്ടിപ്പുകാർ കാണും. അവരെ കാണിച്ച് ഇവരെ ഡൽഹിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഡൽഹി കൊണ്ടുപോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അമിത്ഷായുടെ ഒക്കെ ചുമ്മാ അമിത്ഷാ അങ്ങനത്തെ കേസ് പിടിക്കത്തില്ല, ചെയ്യൂല. ഇവർക്ക് പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ പറയണം. ഇപ്പൊ ഫോൺ ചെയ്തിട്ട് അതേ നരേന്ദ്രമോദിയാന്ന് പറഞ്ഞ ആ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾക്കാരില്ലേ, അത് അറിഞ്ഞിട്ടാണോ? അപ്പൊ ഇയാൾക്ക് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഈ OG സുനിലിന് ഡ്രഗ് മാഫിയായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾ പറയണത്? തീർച്ചയായിട്ടും ചേട്ടാ. ഇപ്പൊ എന്നിട്ട് ഇത് പോലീസ് ഒന്നും പിടിക്കത്തില്ല? എങ്ങനെ പിടിക്കണ ചേട്ടാ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പോലീസിന് ഇതിനായിട്ട് ബന്ധം ഉണ്ടാവോ? അതിന്റെ വ്യക്തമായ തെളിവല്ല ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരെ തൊട്ടിപ്പുറത്ത് ഞാൻ DGPയുടെ സന്ദേഹപ്പെടുത്താം അവിടെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും വേണം ചേട്ടാ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറയും, തൊട്ടിപ്പുറത്ത് ക്രൗൺ പ്ലാസ, ഓപ്പോസിറ്റാണ് ക്രൗൺ പ്ലാസ. എനിക്കൊരു ബന്ധവുമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഓംപ്രകാശ്. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞേട്ടാ, എനിക്ക് അവനെ പരിചയമൊക്കെ ഉണ്ട്. എനിക്കിത് അവൻ വെള്ളം ഓടിക്കുമെന്ന് എനിക്കറിയാം, ഇത് ഭയങ്കരമായിട്ട് വെള്ളം ഓടിക്കും. പക്ഷേ ഇതുവരെ എൻ്റെ അന്വേഷണത്തിൽ അവൻ MDMA കച്ചവടം ഞാൻ കണ്ടിട്ടില്ല. ഇവൻ MDMA എന്ന് പറഞ്ഞാൽ അന്ന് ക്രൗണിൽ വെച്ച് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓംപ്രകാശിനെ എത്ര പോലീസ് കൊണ്ടാണ് ഏട്ടാ വന്നത്, എത്ര പേരെ വിളിപ്പിച്ച്. ക്രൗൺ പ്ലാസ ഇങ്ങനെ കൂടി പിടിക്കുന്ന ഒരു സ്ഥാപനമല്ല, മര്യാദക്ക് നടക്കുന്ന സംഭവമാണ്. അവിടെ ഇപ്പൊ ആരെയും റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഈ ഉത്സാഹം എന്തുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നടന്ന ഈ കാന്താരി ബാറിൽ കാണിക്കണല്ല. ഞാൻ ഇതിനു മുമ്പും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലേ, ഈ കാന്താരി ബാറിൽ ഉണ്ടെന്ന് നമ്മളെപ്പോലത്തെ ഒരാൾ പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ റെയ്ഡ് നടക്കണില്ലല്ലോ. സിമ്പിളായിട്ട് അവിടെ പാർട്ടി നടക്കണല്ലേ. ഇവന്റെ തറവാട് റിസോർട്ടിലും ഇവിടെയും പാർട്ടി നടക്കണല്ലേ. ഞാൻ ചോദിക്കട്ടെ, മദ്യത്തിന് പരസ്യം ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അതിന് വരെ എന്താ ചെയ്യണേ? സോഡ പരസ്യം ചെയ്യും ഇല്ലേ? അതേപോലെ ഇവന്റെ പരസ്യം എന്താണ്? ഓജിറ കുറേ പെണ്ണുങ്ങളെയും കൂട്ടി വെച്ചിട്ട് ഭയങ്കര വൾഗറായിട്ട് സംസാരിച്ച് അവൻ്റെ ഇതിൽ കാണിച്ച് പബ്ബിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആൾക്കാരെ വശീകരിക്കണേന്. ഷൈൻ ടോം ചാക്കോ വരെ വന്ന അവൻ അടി നിർത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എവിടെ നിന്ന് അടിക്കണേ? ഇവൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ ഇപ്പൊ ലോക്കൽസിന് അറിയാൻ പറ്റില്ല, കാരണം പബ്ബിൽ വന്ന എല്ലാവർക്കും ഇത് വിതരണം ചെയ്യില്ല. ഇവർക്കൊരു ടീമുണ്ട്, ഇത് VIP കുറച്ച് ആൾക്കാരുണ്ട്.
അപ്പോൾ അവർക്ക് എവിടെയും സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ഈ സാധനം ഉപയോഗിക്കണം. ഇപ്പോൾ അവന് ആ പൈസ മാത്രം കിട്ടിയാൽ പോരെ. ഡിഫൻഡർ എടുക്കാൻ എന്താ ഇത്? ഇപ്പൊ ഈ ലോകം മറ്റൊന്നും ചുറ്റിയെടുക്കണം അവന്റെ കുടുംബ സ്വത്ത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവര് പറയണേ ഞാൻ ഇപ്പൊ അവനോട് പൈസ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല, അവന് ഡ്രഗ് കച്ചവടത്തിൽ എനിക്ക് ചെയ്താൽ പോരെ. എറണാകുളത്ത് ഡ്രഗ് കച്ചവടം, എൻ്റെ കൂടെ ഒരു പിള്ളേരില്ലേ, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പൈസ സമ്പാദിക്കാൻ പാടില്ല. എനിക്കെന്തിനാ ഇവന്റെ പുറകെ നടക്കണേ? അല്ലെങ്കിൽ ഇവനോട് ഞാൻ പറയണേ ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാൻ പറയാം. എനിക്കിത് ഇഷ്ടമല്ല ഏട്ടാ. ഒന്നാമത്തെ കാര്യം മരടനീഷ് പറഞ്ഞതിൽ വലിയ പോയിന്റ് ഉണ്ട്. എന്നെപ്പോലൊരാൾ പറഞ്ഞിട്ട് പോലും കാന്താരിയിൽ കയറിയില്ലല്ലോ എന്ന് പറയും. ഓജീസ് കാന്താരിയിൽ എന്തുകൊണ്ട് നർക്കോ എക്സൈസ് പോലീസ് കയറാത്ത എന്നുള്ളൊരു ചോദ്യം ഭയങ്കര. കാരണം ഇവനേ ഗുണ്ട, ഇവന് ഇതുവരെ ഇടയിലുള്ള എല്ലാ പരിപാടികളും അറിയാമെന്നുള്ള രീതിയിലിരിക്കുമ്പോൾ ഇവനൊരു ആ രീതിക്ക് നോക്കുമ്പോൾ ഇവനൊരു ക്രെഡിബിലിറ്റി ഇല്ലേ? അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കള്ളൻ്റെ വാക്ക് കേൾക്കില്ല എന്ന് പറഞ്ഞ പോലെ മോനെ ക്രിമിനലും അവൻ്റെ വാക്ക് എന്തിനും കേൾക്കണം എന്നുള്ള രീതിക്ക് ചിലപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഇരുന്നതായിരിക്കാം, മേ ബി. ഓക്കെ, ഇനി അടുത്തത് സുനിലിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ മറ്റേ അൻവിൻ്റെ കേസിൽ റെൻറ്റഡ് റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിച്ച് ലൈഫ് റെൻറ്റിൽ വാങ്ങി കാണിച്ചു എന്നുള്ളത്. ഇതിപ്പോൾ എന്ത് പറയും? റിച്ച് ലൈഫാണോ കാണിക്കുന്നത്, അതോ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സോഡേൻ്റെ പരസ്യം കാണിച്ചിട്ടാണ് മദ്യം ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്? അതിലിപ്പോൾ ഓജി 4 ആളെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുത്തി ബാറിനെ പബ്ബിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കണു എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ്ലി പ്രൊമോട്ട് ചെയ്യുന്നത് ആ കൾച്ചറാണ്. ഇവിടെ ഇങ്ങനത്തെ കൾച്ചറുണ്ട് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോൻ്റെ കേസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെങ്ങായി എല്ലാം നിർത്തി എന്ന് പറഞ്ഞ് പോയോടുന്ന് രണ്ടാമത് ചെങ്ങായിനെ വലിച്ചെടുത്ത് കൊടുന്നതിൽ ഈ സുനിലോജിക്ക് പങ്കുണ്ടോയെന്ന് വരെ ഞാൻ സംശയിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെ പോവാതിരുന്ന് കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോക്ക് നല്ലത് അത്ര തന്നെ. ഇപ്പം ഒന്ന് മര്യാദയ്ക്ക് നാട്ടുകാരുടെ ഒരു സെൻറ്റിമെൻറ്റ്സും എല്ലാ പരിപാടിയായിട്ട് ഇങ്ങനെ കിട്ടി വന്ന് നിൽക്കുകയാണ്. 2-3 നല്ല സിനിമ വന്നാൽ തിരിച്ചു വരാം. അല്ലാതെ ഇനിയും ചാടി കയറി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തെന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തങ്ങൾ കളിച്ചാൽ ഓക്കെ പണിയാവും. എന്താണെങ്കിലും അങ്ങനെ ഇവൻ ത്രൂ അല്ലെങ്കിൽ ഈ സുനിൽ ഓജി ചുറ്റിപ്പറ്റി കുറേ അധികം മിസ്റ്ററി ദുരൂഹത ഉള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഓക്കെ, കാരണം അൺടച്ചബിൾ ആണോ എന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അനീഷും കൂടി പറയുമ്പോൾ സത്യത്തിൽ അതെന്താ സുനിൽ ഓജിനെ ആരും തൊടാത്തപ്പോൾ എന്നുള്ളൊരു തോന്നൽ വരുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. കാരണം ഇവിടെ മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പല ഇൻഫ്ലുവൻസേഴ്സിനെയും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. ഓജീൻ്റെ പേരിൽ അങ്ങനെ ഒരു ഐറ്റം വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. മനസ്സിലായോ? എന്താ വരാത്തപ്പോൾ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി കിടക്കുമല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ മരടനീഷിനെ തീർക്കാൻ സുനിലോജി വരുമോ ഇല്ലയോ നമുക്കറിയാമല്ലോ. ഇനി അവിടെ വന്നില്ലെങ്കിലും ഇവിടെ ഒരു റൗണ്ട് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മളെ കുറച്ച് ആൾക്കാരെ നെഞ്ഞത്തേക്ക് ഡൽഹിയിൽ നിന്നുള്ള പേപ്പറുമായിട്ട് ഇപ്പോൾ മനസ്സിലായോ ഡൽഹിയിൽ നിന്നുള്ള പേപ്പർ. ഇപ്പോഴാണ് അപ്പം പറഞ്ഞത്, ഇപ്പോഴാണ് പുരിഞ്ചത്. അപ്പം പുരിയല്ല, ഇപ്പം പുരിയത്. ഡൽഹിയിൽ നിന്ന് എന്താ പേപ്പറാണ് വരാൻ പോണ പേപ്പർ എന്താണെന്നുള്ളത് ഇടിയിലല്ലേ പിടിയിൽ പിടിക്ക്.